LBS അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ നിസ്സാര മാർക്കൊന്നും പോരാ എന്നറിയാമല്ലോ. എന്തിനെ ആശ്രയിച്ചാണ് ഓരോ വർഷത്തെയും ഇൻഡെക്സ് കട്ട് ഓഫ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. 2022 മുതലാണ് ഇൻഡെക്സ് മാർക്കിൽ ഈ ഒരു കുതിച്ചുകയറ്റമുണ്ടായത്. ഇപ്പോൾ ശരാശരി 298നും 300നും ഇടയിലുള്ള ഇൻഡെക്സ് മാർക്കുകളിലാണ് കൂടുതൽ അഡ്മിഷനും LBSൽ നടക്കുന്നത്. മാനേജ്മെൻറ്റിലാണെങ്കിൽ അത് 295ന് മുകളിലേക്കാണ് പോകുന്നത്. +2ന് ലഭിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളുടെ മാർക്കുകൾ അനുസരിച്ചാണ് LBSൽ ഇൻഡെക്സ് മാർക്ക് കണക്കാക്കുന്നത്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലാണെങ്കിൽ ഇതിനൊപ്പം ഇംഗ്ലീഷിൻ്റെ മാർക്ക് കൂടി അടിസ്ഥാനമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളുടെ മാർക്കിലുണ്ടാകുന്ന ചെറിയൊരു വേരിയേഷൻ പോലും ഇൻഡെക്സ് മാർക്കിനെ ബാധിക്കും. കോവിഡിന് മുൻപ് 92% ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് വരെ LBSൽ ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചിരുന്നു. എന്നാൽ ഇൻഡെക്സ് മാർക്കിലെ ഈ വ്യത്യാസങ്ങൾക്ക് കാരണം അന്വേഷിച്ചാൽ എല്ലാവരും പറയുന്നത് ഡിമാൻഡ് കൂടി എന്നാണ്. എന്നാൽ അതുമാത്രമാണോ അതിന് കാരണം? അതിന് മറ്റൊരു വശം കൂടി ഉണ്ടെന്നാണ് എൻ്റെ പക്ഷം. കോവിഡ് സമയത്ത് +2 എക്സാമുകളെല്ലാം തന്നെ താരതമ്യേന ഈസിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയശതമാനവും ഫുൾ A+കളുടെ എണ്ണവും വളരെയധികമായിരുന്നു. എന്നാൽ അത് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയെ ബാധിക്കുമെന്ന ആശങ്ക കൂടി വന്നിരുന്നു. കാരണം നമ്മുടെ കുട്ടികൾക്ക് നാഷണൽ ലെവലിൽ വരുന്ന പല കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും കടന്നുകൂടാൻ കഴിയാതെയായി. ഈ പ്രശ്നം പരിഹരിക്കാനായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പല ശ്രമങ്ങളും ആരംഭിച്ചു. പരീക്ഷകൾ കുറച്ചുകൂടി നിലവാരമുള്ളതാക്കി. 2025 പരീക്ഷകളെല്ലാം തന്നെ നല്ല നിലവാരമുള്ളതായിരുന്നു. ഫിസിക്സ് പരീക്ഷ കടുകട്ടിയായിരുന്നു. അത് ആ വർഷത്തെ LBS ഇൻഡെക്സ് മാർക്കിൽ പ്രതിഫലിക്കുകയും ചെയ്തു. 2023 LBSൽ അപ്ലൈ ചെയ്ത മുഴുവൻ ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികളുടെ എണ്ണം 1193 ആയിരുന്നു. 2024 ആയപ്പോഴേക്കും അത് 1281 എന്നാൽ 2025 മുഴുവൻ ഇൻഡെക്സ് മാർക്കും കിട്ടിയ കുട്ടികളുടെ എണ്ണം 734 മാത്രമായിരുന്നു. അതായത് കടുകട്ടിയായ ഫിസിക്സ് പരീക്ഷയുടെ മാർക്ക് ഇൻഡെക്സ് മാർക്കിനെ ബാധിച്ചു എന്നർത്ഥം. ഈ വർഷവും എക്സാമുകൾ വളരെ നിലവാരമുള്ളതായിരുന്നു. കഴിഞ്ഞ വർഷം ഫിസിക്സിന് പകരം ഈ വർഷം മാത്സ് ആയിരുന്നു കുട്ടികളെ വലച്ചത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി താരതമ്യേന ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇൻഡെക്സ് മാർക്ക് കൂടി വരാനാണ് സാധ്യത. അതായത് കൂടുതൽ ഇൻഡെക്സ് മാർക്കുള്ളവർക്ക് മാത്രമേ ഈ വർഷം LBSലൂടെ അഡ്മിഷൻ നടക്കൂ. കഴിഞ്ഞ വർഷം മുഴുവൻ ഇൻഡെക്സ് മാർക്കുള്ള 734 കുട്ടികളാണ് അഡ്മിഷന് വേണ്ടി LBSൽ അപ്ലൈ ചെയ്തത്. എന്നാൽ ഇപ്പോൾ അത് 1000ന് മുകളിലാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾ മറ്റുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി.